വെന്റിലേറ്ററിലായ മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ജീവൻ വയ്ക്കുന്നു. റീടെൻഡറിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള കമ്പനിക്ക് ടെൻഡർ ലഭിച്ചു. നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഒരു വർഷത്തിലധികമായി മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം മുടങ്ങിയിട്ട്. കണ്ണൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ MLAയുടെ ഇടപെടലാണ് സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെ സർക്കാരിൻ്റെ ആശുപത്രി എന്ന ലക്ഷ്യത്തിന് പിന്നിൽ. എന്നാൽ നിർമ്മാണം പകുതിയോളം ആയപ്പോഴേക്കും നിർമ്മാണ കമ്പനി പ്രവൃത്തി ഉപേക്ഷിക്കുകയായിരുന്നു. ആ കമ്പനിയെ പദ്ധതി നിർവഹണ ഏജൻസിയായ KSEB ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അടുത്തിടെയാണ് റീടെൻഡർ വച്ചത്. റീടെൻഡറിൽ 2 കമ്പനികളാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ പ്രവൃത്തികളും മറ്റും പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനിക്ക് ടെൻഡർ നൽകിയിരിക്കുന്നത്. 2019 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് കരാർ കമ്പനി ഉപേക്ഷിച്ചതിനാൽ ഇപ്പോൾ കാട് പിടിച്ചിരിക്കുന്നത്. 50 കോടിയിലധികം രൂപയുടെ പ്രവൃത്തി ആയതിനാൽ പ്രീ ക്വാളിഫിക്കേഷൻ കൂടി നടത്തിയാണ് ടെൻഡർ നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി മികച്ച ആതുരാലയം നാടിന് സമർപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ 100 കിടക്കകളുമുള്ള 4 നില കെട്ടിടവുമാണ് ലക്ഷ്യം വെച്ചത്. താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, മുകളിൽ ലാബും OP ബ്ലോക്ക്, എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും. ഇവിടേക്കെത്താൻ താഴെ നിന്ന് ബ്രിഡ്ജ് നിർമ്മിക്കും. താഴെ മോർച്ചറി സൗകര്യവും അടങ്ങിയതാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.